ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നവംബർ മാസത്തിലെ ഫസ്റ്റ് പാർട്ട് PSC ബുള്ളറ്റിനാണ്. ഒക്ടോബർ മാസം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നവംബർ മാസത്തിലെ ഫസ്റ്റ് പാർട്ട് നോക്കാം. നമ്മുടെ ഒക്ടോബർ മാസത്തിലെ നോബൽ സമ്മാനം ബാക്കിയുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ആർക്കൊക്കെയാണ് ഫിസിക്സിന് കിട്ടിയത്? ജെഫ്രി ഹിൻഡൺ, ജോൺ ഹോപ്ഫീൽഡ്. ഫിസിക്സിന് കിട്ടിയത് ജെഫ്രി ഹിൻഡൺ, ജോൺ ഹോപ്ഫീൽഡ്. എന്തിനായിരുന്നു കിട്ടിയത്? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഉള്ള അടിസ്ഥാന കണ്ടെത്തലിനാണ് ജെഫ്രി ഹിൻഡൺ, ജോൺ ഹോപ്ഫീൽഡ് എന്നിവർക്ക് ഫിസിക്സിന് കിട്ടിയത്. ജോൺ ഹോപ്ഫീൽഡ്, ഹോപ്പ് വരുന്നത് ഫിസിക്സിന്, ജോൺ ഹോപ്ഫീൽഡ്. പിന്നെ കെമിസ്ട്രിക്ക് കിട്ടിയത് ജോൺ ജംബർ, ഡെമിസ് ഹസബിസ്, ഡേവിഡ് ബക്കർ. 2 ജോൺ ഉണ്ട്. ജോൺ ജംബർ വരുന്നത് കെമിസ്ട്രിക്കാണ്. പ്രോട്ടീൻ ഘടനയിലെ പുതിയ കണ്ടെത്തലുകൾക്കാണ് കെമിസ്ട്രിയിൽ ആർക്കൊക്കെ കിട്ടിയത്? 3 പേർക്കാണ്. ജോൺ ജംബർ, ഡെമിസ് ഹസബിസ്, ഡേവിഡ് ബക്കർ. മെഡിസിൻ കിട്ടിയത് ആർക്കൊക്കെയാണ്? വിക്ടർ ആംബ്രോസ്, ഗാരി റൗക്കിൻ. വിക്ടർ ആംബ്രോസ്, ഗാരി റൗക്കിൻ. മൈക്രോ ആർഎൻഎയുടെ കണ്ടുപിടുത്തവും ജീൻ റെഗുലേഷനിലുള്ള മൈക്രോ ആർഎൻഎയുടെ പങ്കും കണ്ടെത്തിയതിനാണ് വിക്ടർ ആംബ്രോസിനും ഗാരി റൗക്കിനും മെഡിസിന് കിട്ടിയത്. പിന്നെ ഫസ്റ്റ് പ്രിലിമിനറിക്ക് ചോദിച്ച ചോദ്യം നമ്മുടെ ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ഹാൻ കാങ്ങിന് സാഹിത്യത്തിന് കിട്ടി. ഹാൻ കാങ്ങിന്റെ കുറെ ബുക്കുകൾ ഏതൊക്കെയാണ്? ദി വെജിറ്റേറിയൻ, വൈറ്റ് ബുക്ക്, യുവർ കോൾഡ് ഹാൻഡ്, ഇവയൊക്കെയാണ് ഹാൻ കാങ്ങിന്റെ പ്രശസ്തമായ ബുക്കുകൾ, നോവലുകൾ. അതൊക്കെയാണ് വെജിറ്റേറിയൻ, വൈറ്റ് ബുക്ക്, പിന്നെ യുവർ കോൾഡ് ഹാൻഡ് എന്നൊക്കെ. പിന്നെ ജപ്പാനിലെ ബോംബ് വർഷത്തിൽ അതിജീവിച്ചവരുടെ സംഘടനയായ നിഹോൺ ഹിൻഡാൻകോയ്ക്കാണ് എന്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. ഏതിനാണ്? ജപ്പാനിലെ നിഹോൺ ഹിഡാൻകോ. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചത് സാമ്പത്തിക നോവലാണ്. ഡാരോൺ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ് സാമ്പത്തിക നോബൽ കിട്ടിയത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നോവൽ നമുക്ക് പഠിക്കാം. അപ്പം എല്ലാം പഠിക്കണം. സാഹിത്യത്തിന് ചോദിച്ചത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്സിനെ ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു. ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്സിനെ ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു. സീസർ പുരസ്കാരത്തിന് അർഹയായ അമേരിക്കൻ നടിയാണ് ആര്? ജൂലിയ റോബർട്സ്. ജൂലിയ റോബർട്സ്. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തെരഞ്ഞെടുക്കപ്പെട്ടു. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. PG ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ റോമില ഥാപ്പർ. PG ദേശീയ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ റോമില ഥാപ്പർ. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് ലോക്സഭാ അംഗം NK പ്രേമചന്ദ്രൻ അർഹനായി. ഒക്ടോബർ മാസത്തിലെ ബുള്ളറ്റിൽ നമ്മൾ ഇതിൽ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് ലോക്സഭാ അംഗം ആർക്കാണ് കിട്ടിയത്? NK പ്രേമചന്ദ്രൻ. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് ഇ-മോചൻ ക്ലിനിക്കുകൾ. ഇ-മോചൻ ക്ലിനിക്കുകൾ. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് ഇ-മോചൻ. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരത്തിന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രനെ തെരഞ്ഞെടുത്തു. കേളപ്പജി പുരസ്കാരം മാതൃഭൂമി ഡയറക്ടർ PV ചന്ദ്രൻ. പിന്നെ PG ദേശീയ പുരസ്കാരം റോമില ഥാപ്പർ. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും നാശങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് ഡാന ചുഴലിക്കാറ്റ്. ഡാന ചുഴലിക്കാറ്റ്
ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയാണ് പ്രത്യേക പദവി ഇല്ലാതാക്കിയതിനു ശേഷമുള്ള ഫസ്റ്റ് മുഖ്യമന്ത്രി ഇൻ ജമ്മു കാശ്മീർ ആരാണ്? ഒമർ അബ്ദുള്ള. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. നമ്മളൊരു ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജീവ് ഖന്ന, സഞ്ജയ് മൽഹോത്ര, സഞ്ജയ് മൂർത്തി. ആരൊക്കെയാണ്? സഞ്ജീവ് ഖന്ന 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സഞ്ജയ് മൽഹോത്ര ആരാണ്? 26ാമത് ഗവർണർ. 25ാമത് CAG ആണ് കെ സഞ്ജയ് മൂർത്തി. ആരൊക്കെയാണ്? കെ സഞ്ജയ് മൂർത്തി, CAG, സഞ്ജയ് മൽഹോത്ര 26ാമത്തെ ഗവർണർ, 51ാമത്തെ CJ സുപ്രീം കോടതി CJ സഞ്ജീവ് ഖന്ന. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് വിജയ് കിഷോർ രാഹത്കർ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് വിജയ് കിഷോർ രാഹത്കർ. ഐഷാന്ത് അസീമയെ ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതിയായി നിയമിച്ചു. ആരാണ് ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതി? ഐഷാന്ത് അസീമ. ഐഷാന്ത് അസീമ. പരമേശ് ശിവമണി തീരരക്ഷാ സേനാ മേധാവിയായി ചുമതലയേറ്റു. തീരരക്ഷാ മേധാവിയാണ് പരമേശ് ശിവമണി. റോമില ഥാപ്പറിന് ഏത് പുരസ്കാരമാണ് കിട്ടിയത്? PG ദേശീയ പുരസ്കാരം. പിന്നെ കേളപ്പജി പുരസ്കാരം മാതൃഭൂമി ഡയറക്ടർ PV ചന്ദ്രൻ. വിയറ്റ്നാമിന്റെ പ്രസിഡന്റായി ലൂവോങ് കുവോങ്ങിനെ ദേശീയ അസംബ്ലി തെരഞ്ഞെടുത്തു. വിയറ്റ്നാം പ്രസിഡന്റ് ആണ് ലൂവോങ് കുവോങ്. ലൂവോങ് കുവോങ്. ലൂവോങ് കുവോങ് എവിടത്തെ പ്രസിഡന്റ് ആണ്? ലൂവോങ് കുവോങ്, വിയറ്റ്നാം. വിയറ്റ്നാമിന്റെ പ്രസിഡന്റ് ആണ് ലൂവോങ് കുവോങ്. 16ാമത്തെ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? റഷ്യയിലെ കസാനിലാണ് നടന്നത്. 16ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയിലെ കസാൻ. പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി മാറി. ലോകത്തിലെ തന്നെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമാണ് പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോർ. മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായി പ്രഖ്യാപിച്ചു. മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്തെ ആദ്യ സംസ്ഥാനത്തെ ആദ്യത്തെ ഭരണഘടനാ ജില്ല ഏതാണ്? കൊല്ലം. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന് സമ്മാനിച്ചു. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആർക്കാണ് കിട്ടിയത്? സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സന്ധ്യ ജയേഷ് പുളിമാത്തിന്റെ ദയാവതം നോവലിനാണ് ലഭിച്ചത്. സന്ധ്യ ജയേഷ് പുളിമാത്തിന്റെ നോവലാണ് ദയാവതം. ഏത് പുരസ്കാരമാണ് കിട്ടിയത്? ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം. ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? സന്ധ്യ ജയേഷ്. നോവൽ ദയാവതം. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിച്ചത് പ്രണബ് ജ്യോതിനാഥ്. പ്രണബ് ജ്യോതിനാഥ് ആണ് ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? പ്രണബ് ജ്യോതിനാഥ്. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലാൻഡിന്. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആർക്കാണ്? ന്യൂസിലാൻഡിന്. ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത്? ദക്ഷിണാഫ്രിക്കയെയാണ് തോൽപ്പിച്ചത്. ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് വനിതാ 2020 കിരീടം നേടിയത് ന്യൂസിലാൻഡ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? നീതു ഡേവിഡ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായി വിരാട് കോഹ്ലി. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനാണ് വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ് നേരത്തെ 9000 തികച്ച ഇന്ത്യക്കാർ. അപ്പൊ 4ാമത്തെ കളിക്കാരനാണ് വിരാട് കോഹ്ലി. ടെസ്റ്റ് ക്രിക്കറ്റിൽ എത്ര റൺസ്? 9000. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ വനിതാ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നീതു ഡേവിഡ്.
സാഫ് അണ്ടർ-17 ഫുട്ബോൾ കിരീടം ലഭിച്ചത് ഇന്ത്യക്ക്. സാഫ് അണ്ടർ-17 ഫുട്ബോൾ കിരീടം ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിന്റെ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി സ്വന്തമാക്കി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിന്റെ റെക്കോർഡ് ആർക്കാണ്? മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമാണ് ഇന്ത്യയുടെ വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം വിരാട് കോഹ്ലി. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. അടുത്തത് സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ദ്രേ ഇനിയേസ്റ്റ വിരമിച്ചു. ആന്ദ്രേ ഇനിയേസ്റ്റ ഫുട്ബോൾ താരമാണ്. സ്പെയിനിന്റെ ഫുട്ബോൾ താരമാണ്. ആന്ദ്രേ ഇനിയേസ്റ്റ വിരമിച്ചു. 2026 ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന രാജ്യങ്ങൾ USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണ്. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന എവിടെയാണ്? USA, കാനഡ, മെക്സിക്കോ. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് സിംബാബ്വെ. ഗാസിയക്കെതിരെ 120 പന്തിൽ 344 റൺസ് നേടിയാണ് സിംബാബ്വെ റെക്കോർഡ് ഇട്ടത്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ആരാണ്? സിംബാബ്വെ. പല രാജ്യങ്ങളും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല എന്ന് തെളിഞ്ഞു. സ്പെയിൻകാരനായ ജൂതനാണെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തിയത്. ക്രിസ്റ്റഫർ കൊളംബസിന്റെ ജന്മരാജ്യം ഏതാണ്? സ്പെയിനാണ്. ഇറ്റലി അല്ല, സ്പെയിൻ ആണെന്ന് DNA പരിശോധനയിൽ തെളിഞ്ഞു. ക്രിസ്റ്റഫർ കൊളംബസ്. 80,000 വർഷത്തിൽ ഒരിക്കൽ ദൃശ്യമാകുന്ന ഷുജിൻഷാൻ അറ്റ്ലസ് എന്ന വാൽനക്ഷത്രം കഴിഞ്ഞ ആഴ്ച ആകാശത്ത് ദൃശ്യമായി. 80,000 വർഷത്തിൽ ഒരിക്കൽ ദൃശ്യമാകുന്ന ഏതാണ്? ഷുജിൻഷാൻ അറ്റ്ലസ്. ഈ 2023 A3 എന്ന വാൽനക്ഷത്രം കഴിഞ്ഞ ആഴ്ച ആകാശത്ത് ദൃശ്യമായി. നവംബറിൽ ദൃശ്യമായ വാൽനക്ഷത്രം എന്ന് ചോദിക്കുക. ഈ 2023 A3 അല്ലെങ്കിൽ ഷുജിൻഷാൻ അറ്റ്ലസ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികരുമായി 2 മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സിന്റെ ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികരുമായി 2 മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സിന്റെ ക്രൂ 8 ദൗത്യം. ക്രൂ 8 ആരുടെയാണ്? സ്പേസ് എക്സിന്റെ, എലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങി. സാഹിത്യ വിമർശകനും പ്രഭാഷകനുമായ ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. ബാലചന്ദ്രൻ വടക്കേടത്ത് സാഹിത്യ വിമർശകനാണ്. പാബ്ലോ നെരുദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിന്റെ സൃഷ്ടാവ് ആന്റോണിയോ സ്കാർമെത്തെ അന്തരിച്ചു. ഇൽ പോസ്റ്റിനോ ആരുടെ നോവൽ ആണ്? അന്റോണിയോ സ്കാർമെത്ത. പാബ്ലോ നെരുദ പ്രധാന കഥാപാത്രമായതാണ് ഇൽ പോസ്റ്റിനോ. ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായ ലിയം ജെയിംസ് പെയിൻ അന്തരിച്ചു. ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായ ലിയം ജെയിംസ് പെയിൻ അന്തരിച്ചു. അമേരിക്കൻ ഗായകൻ ജാക്ക് ജോൺസ് അന്തരിച്ചു. 3 വിയോഗങ്ങളാണ് ആരൊക്കെയാണ്? ബാലചന്ദ്രൻ വടക്കേടത്ത്, അന്റോണിയോ സ്കാർമെത്ത, അതാണ് പ്രധാനപ്പെട്ടത്. അന്റോണിയോ സ്കാർമെത്ത. പാബ്ലോ നെരുദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന നോവലിന്റെ സൃഷ്ടാവാണ് അന്റോണിയോ സ്കാർമെത്ത. പിന്നെ പുരസ്കാരങ്ങൾ. മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെയാണ് ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിച്ചത്. പിന്നെ ഈ വർഷത്തെ ലളിതാംബിക അന്തർജന സാഹിത്യ പുരസ്കാരം കിട്ടിയത് സന്ധ്യ ജയേഷ് പുളിമാത്തിന്റെ ദയാവധം എന്ന നോവലിന്. കേളപ്പജി പുരസ്കാരം കിട്ടിയത് PV ചന്ദ്രൻ, മാതൃഭൂമി ഡയറക്ടർ. പിന്നെ ഏതാണ്? PG ദേശീയ പുരസ്കാരം കിട്ടിയത് റോമില ഥാപ്പർ. പിന്നെ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. പിന്നെ കേരളത്തിലെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. പിന്നെ പ്രധാനപ്പെട്ട നോബൽ എക്കണോമിക്സിന് കിട്ടിയത് ആർക്കൊക്കെയാണ്? ഡാരോൺ അസമെഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ഇത്രയാണ് പ്രധാനപ്പെട്ടത്. പിന്നെ ഇന്ത്യയിലെ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആർക്കാണ് ലഭിച്ചത്?
ന്യൂസിലാൻഡിന്. സാഫ് അണ്ടർ-17 ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് ഉള്ളവര് ഡിസംബറിലെയും ബുള്ളറ്റ് നോക്കിയിട്ട് പോകണം. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.